ഇപ്പം സണ്ണിയെപ്പോലുള്ള ആൾക്കാർ ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യം എന്താണ്? ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിലേക്ക് അംബേദ്കറെ കൊണ്ടുവന്നത് മുസ്ലിം ലീഗാണെന്നാണ്. അന്നത്തെ ചരിത്ര സാഹചര്യം എന്താണ്? കോൺഗ്രസ് അംബേദ്കറെ നമ്മളെ പ്രൊവിഷൻ അസംബ്ലിയിലെ അംഗങ്ങളായിരുന്നു ഈ ഭരണഘടനാ അസംബ്ലിയിലേക്ക് ആളുകളെ തിരഞ്ഞെടുത്തായിരുന്നു. കോൺഗ്രസ് അംബേദ്കറെ തിരഞ്ഞെടുക്കാൻ തയ്യാറായില്ല. ആ ഒരു സന്ദർഭത്തിലാണ് കോൺഗ്രസിനോടുള്ള എതിർപ്പ് വെച്ചിട്ട് ബംഗാളിൽ നിന്ന്, കൽക്കത്തയിൽ നിന്ന് അംബേദ്കറെ മുസ്ലിം ലീഗ് കൊണ്ടുവന്നത്. അങ്ങനെ മുസ്ലിം ലീഗ് കൊണ്ടുവന്നപ്പോൾ അംബേദ്കർ ഒരിക്കലും സണ്ണിയെപ്പോലെ അവസരവാദിയായിരുന്നില്ല. അംബേദ്കർ എന്താണ് വളരെ കൃത്യമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ജിന്നയുടെ ദ്വിരാഷ്ട്രവാദം, മതരാഷ്ട്രവാദത്തിനെതിരായിട്ട് നിലപാട് സ്വീകരിച്ചു. എന്നാൽ പിന്നെ കപ്പ പുഴുങ്ങി കൊടുത്താൽ മതി എന്ന് പറയുന്നത് അത് ഗോൾവാൾക്കറുടെയും ജിന്നയുടെയും ഒക്കെ നിലപാടാണ്. അത് സവർക്കറുടെയും ജിന്നയുടെയും ഒക്കെ നിലപാടാണ്. മതം തീർത്തും വ്യക്തിപരമായ ഒരു കാര്യമാണ്. രാഷ്ട്രത്തിന് മതമുണ്ടാവരുത്. മനുഷ്യരുടെ ഭൗതികമായ വസ്ത്രം, വേഷം, പ്രണയം, ഭക്ഷണം, തൊഴിൽ, ഈ കാര്യങ്ങളിലൊന്നും മതം കൂട്ടിക്കലർത്താൻ പാടില്ല. നമ്മൾ വളരെ ആദരിക്കുന്ന ഒരാളാണ് സണ്ണി എം കപ്പിക്കാട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പ്രസംഗം താങ്കളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും. നമ്മൾ കെ എം ഷാജി മതമാണ് പ്രശ്നമെന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ വിമർശിക്കാറുണ്ട്. നമ്മുടെ മതമല്ല പ്രശ്നം, എരിയുന്ന വയറാണ് പ്രശ്നമെന്ന് പറയുമ്പോൾ, എന്നാൽ എല്ലാവർക്കും കപ്പപ്പുഴുക്ക് കൊടുത്തോടെ എന്നുള്ള ആ ഒരു മുദ്രാവാക്യത്തിനെതിരെയായിട്ടുള്ള സണ്ണി എം കപ്പിക്കാടിൻ്റെ പ്രസംഗത്തെ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? അത് അങ്ങേയറ്റം അപകടകരമായ, സണ്ണിയെപ്പോലുള്ള ഒരാളുടെ വ്യാജ ധാർമ്മികതയും പ്രത്യയശാസ്ത്ര നിലപാടുകളെയൊക്കെ തന്നെ തുറന്നു കാണിക്കുന്നൊരു പ്രസ്താവനയാണ്. നമ്മുടേതുപോലുള്ളൊരു സമൂഹത്തിൽ ചരിത്രപരമായി നിലനിൽക്കുന്ന അടിച്ചമർത്തലുകളും മതപരവും ജാതിപരവും ഒക്കെ വിവേചനങ്ങളെ അതിൻ്റെ സാമൂഹികവും സാമ്പത്തികവും പ്രത്യയശാസ്ത്രപരവുമായ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളെയാണ് നമ്മളെന്ത് പറയുക? ബുദ്ധിജീവികൾ എന്ന് പറയുക. ബുദ്ധിജീവികൾ എന്ന് പറയുന്നത് അതാത് സമയത്തെ അധികാര രാഷ്ട്രീയ ശക്തികൾക്ക് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ആൾക്കാരെ നമ്മൾ ബുദ്ധിജീവികളായിട്ട് കാണേണ്ടതില്ല. സണ്ണിയെപ്പോലുള്ള ഒരാൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം അംബേദ്കറിസ്റ്റാണെന്നാണ് പറയുന്നത്. മതമല്ല പ്രശ്നം എന്നത് ഇവിടുത്തെ സെക്കുലർ ഡെമോക്രാറ്റിക് ലെഫ്റ്റുകളുടെ മുദ്രാവാക്യം. മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ മതം അല്ല പ്രശ്നം. ഹിന്ദുവായാലും മുസൽമാനായാലും ബൗദ്ധനായാലും ജൈനനായാലും ക്രിസ്ത്യനായാലും യഹൂദനായാലും ആളുകളുടെ വിശപ്പൊന്നാണ്. മനുഷ്യർ അടിസ്ഥാനപരമായ എന്താണ്? സാർവലൗകികമായ എന്താണ്? ഒന്നാണ്. മതം നിങ്ങളുടെ വ്യക്തിപരമായ സത്യാന്വേഷണത്തിൻ്റെയും നിങ്ങളുടെ ദൈവാന്വേഷണത്തിൻ്റെയും അതിനുവേണ്ടിയുള്ള നിങ്ങളുടെ സത്യസാക്ഷാത്കാരണത്തിൻ്റെയും ഒരു വിശ്വാസ വഴിയാണ് മതം. മതത്തിനപ്പുറത്ത് അതിനൊക്കെ അതീതമായി നമ്മളെല്ലാം ആരാണ്? മനുഷ്യരാണ്. ആ സാർവലൗകികമായ മാനവികതയാണ് ജനാധിപത്യത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനമായി നിൽക്കുന്നത്. നമ്മളെല്ലാം മനുഷ്യരാണ് എന്നുള്ളത്. എന്നാൽ കെ എം ഷാജിയെപ്പോലുള്ള ഒരാളാണെന്ന് പറയുന്നതാണ് മതമാണ് പ്രശ്നം എന്നാണ്. എരിയുന്ന വയറല്ല പ്രശ്നം, എരിയുന്ന വയറാണ് പ്രശ്നം. ഈ ഭൂമിയിൽ മനുഷ്യർ എന്ന് പറയുന്ന ഒരു വംശത്തിന് നിലനിൽക്കാൻ, അതിൻ്റെ അനുശൂതി നിലനിർത്താൻ എന്തു വേണം? ഭക്ഷണം വേണം, വസ്ത്രം വേണം, പാർപ്പിടം വേണം. ആധുനിക ലോകവും ജീവിതവും ആവശ്യപ്പെടുന്ന സാംസ്കാരിക വിദ്യാഭ്യാസ അഭ്യുന്നതിക്ക് വേണ്ടിയുള്ള അവസരം വേണം. ഇതാണ് മനുഷ്യൻ്റെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട്. ഈ ഭൗതിക ജീവിത പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നിടത്ത് മതം കൊണ്ടുവരുന്നത്. മതം ഒരാളുടെ വിശ്വാസപരമായ പ്രശ്നമാണ്. അത് അയാളുടെ അവകാശമാണ്. ഒരാൾക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം. നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാം, ആചാരങ്ങൾ അനുഷ്ഠിക്കാം. ആ ആചാരങ്ങൾ നിങ്ങൾക്ക്, വിശ്വാസങ്ങൾ നിങ്ങൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ നിങ്ങളുടെ അവകാശമാണ്. ആ അവകാശത്തിന് വേണ്ടി ഇന്ത്യയിൽ വിട്ടുവീഴ്ചയില്ലാതെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും നിലപാടെടുത്തിട്ടുള്ളത് ആരാണ്? ഇടതുപക്ഷമാണ്. ബാബരി മസ്ജിദ് മതത്തിൻ്റെ പേരിലാണ് തകർക്കപ്പെട്ടത്, അല്ലേ? 400 ചില്ലാനം വർഷക്കാലം അയോധ്യയിലെ മുസ്ലിങ്ങൾ തലമുറകളായി നിസ്കരിച്ചു പോന്ന, അയോധ്യയിലെയും ഫൈസാബാദിലെയും മുസ്ലിങ്ങൾ തലമുറകളായി നിസ്കരിച്ചു പോകുന്നൊരു പള്ളിയാണ്.
ആ പള്ളി വളരെ ആസൂത്രിതമായി തകർത്തപ്പോൾ അത് തകർക്കാൻ ഗൂഢാലോചനാപരമായി നീക്കങ്ങൾ നടത്തിയ RSSൻ്റെ കൂടിയായിരുന്നു, ഹിന്ദുത്വത്തിൻ്റെ കൂടിയായിരുന്നു കോൺഗ്രസ്. സണ്ണി കവിക്കാട് ഇപ്പോൾ ബാന്ധവം സ്ഥാപിച്ചിരിക്കുന്ന കോൺഗ്രസ് അതിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 അനുസരിച്ച് ഒരാൾക്ക് അയാളുടെ വിശ്വാസം സംരക്ഷിക്കുന്നതിൻ്റെ പ്രധാന ഭാഗമാണ് അയാളുടെ ആരാധനാലയം. ആ ആരാധനാലയം ചരിത്രത്തിൻ്റെ അവലംബമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് അവിടെ പണ്ട് പള്ളിയുണ്ടായിരുന്നു, ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 1991 ആരാധനാലയ സംരക്ഷണ നിയമം ഈ രാജ്യത്ത് വന്നിട്ടുണ്ട്. 1947 മുമ്പിലുള്ള സ്റ്റാറ്റസിൽ ഇതെല്ലാം നിലനിർത്തണമെന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. ബാബരി മസ്ജിദ് ഒരു ഡിസ്പ്യൂട്ട് എന്ന നിലക്ക് കോടതിയിൽ നിലനിൽക്കുക. എങ്ങനെയാണ് ബാബരി മസ്ജിദ് തകർത്തത്? അതിന് കോൺഗ്രസ് ചെയ്ത ഒത്താശ എന്താണ്? ഇതിനെല്ലാം സണ്ണിയെപ്പോലുള്ള ആളുകൾ ജനങ്ങളോട് ഉത്തരം പറയണം. അയാൾ സത്യസന്ധനാണെങ്കിൽ ഉത്തരം പറയണം. അയാളുടെ നിലപാടുകൾ ഒരു വ്യാജ ധാർമ്മികതയിൽ അധിഷ്ഠിതമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഒരു അംബേദ്കറിസ്റ്റായിട്ടാണല്ലോ അറിയപ്പെടുന്നത്. അംബേദ്കർ എവിടെയെങ്കിലും മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടോ? മതം തന്നെയാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അംബേദ്കർ കൃത്യമായിട്ട്, ഇപ്പം സണ്ണിയെപ്പോലുള്ള ആൾക്കാർ ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യം എന്താണ്? ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിലേക്ക് അംബേദ്കറെ കൊണ്ടുവന്നത് മുസ്ലിം ലീഗാണെന്നാണ്. അന്നത്തെ ചരിത്ര സാഹചര്യം എന്താണ്? കോൺഗ്രസ് അംബേദ്കറെ നമ്മുടെ പ്രൊവിഷൻ അസംബ്ലിയിലെ അംഗങ്ങളായിരുന്നു ഈ ഭരണഘടനാ അസംബ്ലിയിലേക്ക് ആളുകളെ തിരഞ്ഞെടുത്തായിരുന്നു. കോൺഗ്രസ് അംബേദ്കറെ തിരഞ്ഞെടുക്കാൻ തയ്യാറായില്ല. ആ ഒരു സന്ദർഭത്തിലാണ് കോൺഗ്രസിനോടുള്ള എതിർപ്പ് വെച്ചിട്ട് ബംഗാളിൽ നിന്ന്, കൽക്കത്തയിൽ നിന്ന് അംബേദ്കറെ മുസ്ലിം ലീഗ് കൊണ്ടുവന്നത്. അങ്ങനെ മുസ്ലിം ലീഗ് കൊണ്ടുവന്നപ്പോൾ അംബേദ്കർ ഒരിക്കലും സണ്ണിയെപ്പോലെ അവസരവാദിയായിരുന്നില്ല. അംബേദ്കർ എന്താണ് വളരെ കൃത്യമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ജിന്നയുടെ ദ്വിരാഷ്ട്രവാദം, മതരാഷ്ട്രവാദത്തിനെതിരായിട്ട് നിലപാട് സ്വീകരിച്ചു. പാകിസ്ഥാൻ ഓർ പാർട്ടിസൻ എന്ന് പറയുന്ന ജിന്നയുടെ പുസ്തകം വായിച്ചാൽ മതി. ജിന്ന കൃത്യമായിട്ട് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രമുണ്ടാകുന്നതിനെതിരായിരുന്നു. ഇന്ത്യയുടെ ഇന്നത്തെ ഒരു ചരിത്ര സന്ദർഭം എന്താണ്? ഭൂരിപക്ഷ മതമാണ് രാഷ്ട്രം എന്ന് പറയുകയാണ് RSS ഹിന്ദുത്വവാദികൾ. 2014 ശേഷം RSSൻ്റെ രാഷ്ട്രീയ മുഖമായ BJPക്ക് ലഭ്യമായ അധികാരം ഉപയോഗിച്ച് മതാടിസ്ഥാനത്തിൽ രാഷ്ട്രമുണ്ടാക്കാനുള്ള നീക്കം നടത്തുകയാണ്. അതിനുവേണ്ടി ഭരണഘടനകളിൽ അമെൻമെൻറ്റ് കൊണ്ടുവരികയാണ്. നമ്മുടെ പൗരത്വം തന്നെ മതാധിഷ്ഠിതമാക്കുകയാണ്. ആ രീതിയിൽ പൗരത്വ നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മളിവിടെ ഇരിക്കുന്നത് ഫഹീമെ, കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ്. എന്താ അത്? നമ്മുടെ ദേശീയ ഗാനം ജനഗണമനയാണ്. ജനഗണമനക്ക് കൊടുക്കുന്ന തന്നെ പരിഗണന എന്തിനു കൊടുക്കണമെന്നാണ്? നമ്മുടെ ദേശീയ ഗീതത്തിന്, വന്ദേ ഭാരതത്തിന് കൊടുക്കണം. വന്ദേ ഭാരത് ഭരണഘടനാ നിർമ്മാണ അസംബ്ലിയിൽ ഇത് വിശദമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. ദേശീയ ഗാനം ഏതാവണമെന്ന കാര്യം. അന്നത്തെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്, ഇന്ത്യയുടെ പ്രസിഡന്റ് കൂടിയാണ്. രാജേന്ദ്ര പ്രസാദ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആ കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. അതിലെന്താണ്? വന്ദേ ഭാരതത്തിലെ ചില വരികൾ ഒരു പ്രത്യേക മതത്തിൻ്റെ ദേവതകളെ സ്തുതിക്കുന്നതാണ്. ആ വരികൾ ഒഴിവാക്കിക്കൊണ്ട് മാത്രമേ അതിനെ ദേശീയ ഗീതം പോലും ആക്കാൻ പാടുള്ളൂ എന്നാണ് രാജേന്ദ്ര പ്രസാദ് പറഞ്ഞത്. ഇവിടെ മോഡി സർക്കാർ വന്ദേ ഭാരതിന് ജനഗണമനക്ക് തുല്യമായ ദേശീയ ഗീതം എന്ന നിലക്ക് അതിന് ദേശീയ ഗാനത്തിൻ്റെ തന്നെ തുല്യമായ പരിഗണന കൊടുക്കാനുള്ള അമെൻമെൻറ്റ് ഓർഡറാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതൊക്കെ നടക്കുന്ന ഒരു സമൂഹത്തിനകത്ത് നിങ്ങൾക്ക് എങ്ങനെയാണ് അംബേദ്കറെയൊക്കെ വെച്ചിട്ട്, അംബേദ്കർ ലീഗിൻ്റെ പ്രതിനിധിയായിട്ട് വന്ന ആളാണ്. അതുകൊണ്ട് അംബേദ്കറുടെ നിലപാട് എന്താണ്? ഈ മതരാഷ്ട്ര ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ന്യായീകരിക്കും. ഇതിനു വേണ്ടിയാണല്ലോ ഈ വാദങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അംബേദ്കർ ഒരു കാലത്തും ഭൂരിപക്ഷ മത രാഷ്ട്രത്തെയോ ന്യൂനപക്ഷ മതരാഷ്ട്രത്തെയോ അനുകൂലിച്ചിട്ടില്ല. അതിനെ അതിശക്തമായിട്ട് ആശയരംഗത്തും രാഷ്ട്രീയ രംഗത്തും എതിർത്തിട്ടുള്ള ആളാണ് അംബേദ്കർ. അത് അംബേദ്കർ കൃതികൾ തന്നെ ചരിത്രത്തിൻ്റെ സാക്ഷ്യങ്ങളായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ സണ്ണിയെപ്പോലുള്ള ആളുകൾ കപ്പ പുഴുങ്ങി എന്തൊരു മോശമാണ്. എൻ്റെ ഒരു സുഹൃത്തിട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ കപ്പയിൽ ബീഫ് കൂട്ടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കപ്പ പുഴുങ്ങി കൊടുത്തോ എന്ന് പറയുമ്പോൾ അതിലെന്താണ്? സണ്ണി എത്രയോ കാലമായിട്ട് ഇവിടുത്തെ ദളിതുകളുടെ ബൗദ്ധിക പ്രതിനിധിയായിട്ടാണ് പൊതു മണ്ഡലത്തിൽ ഇടപെടുന്നത്. പക്ഷേ കപ്പ എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ടവരുടെ ഭക്ഷണം.
ഏറ്റവും സാധാരണക്കാരുടെ ഭക്ഷണം. അതിലെന്തുണ്ട്? ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു സവർണാധികാരത്തിൻ്റെതായ ഒരു ഘടനാ സംവിധാനം ഉൽപ്പാദിപ്പിക്കുന്ന സവർണബോധത്തിൻ്റെതായ ധ്വനികളുണ്ട്. എന്നാൽ പിന്നെ കപ്പ പുഴുങ്ങി കൊടുത്താൽ മതി എന്ന് പറയുന്നത് അത് ഗോൾവാൾക്കറുടെയും ജിന്നയുടെയും ഒക്കെ നിലപാടാണ്. അത് സവർക്കറുടെയും ജിന്നയുടെയും ഒക്കെ നിലപാടാണ്. മതം തീർത്തും വ്യക്തിപരമായ ഒരു കാര്യമാണ്. രാഷ്ട്രത്തിന് മതമുണ്ടാവരുത്. മനുഷ്യരുടെ ഭൗതികമായ വസ്ത്രം, വേഷം, പ്രണയം, ഭക്ഷണം, തൊഴിൽ, ഈ കാര്യങ്ങളിലൊന്നും മതം കൂട്ടിക്കലർത്താൻ പാടില്ല. ഒരാൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ കഴിയണം, ഒരാൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ കഴിയണം, ഒരാൾക്ക് അയാളുടെ വ്യക്തിഗതമായ താല്പര്യമനുസരിച്ച് ഇണകളെ തിരഞ്ഞെടുക്കാൻ കഴിയണം. അപ്പോൾ പ്രണയം, ഭക്ഷണം, വസ്ത്രം, വേഷം, ഈ കാര്യത്തിലൊന്നും മതം കൊണ്ടുവരാൻ പാടില്ല. ഷാജിയുടെ വാദം എന്താണ്? മതമാണ് പ്രശ്നമെന്നാണ്. അത് ഒരു സെക്കുലർ ഡെമോക്രസിക്ക് എതിരായിട്ടുള്ള തിയോക്രാറ്റിക് രാഷ്ട്ര നിലപാടിൽ നിന്ന് വരുന്ന വളരെ അപകടം പിടിച്ച ഒരു മൗദൂദിസ്റ്റ് ഗോൾവാൾക്കറിസ്റ്റ് കാഴ്ചപ്പാടായിട്ട് മാത്രമേ കാണാൻ കഴിയൂ.